ഇറാന്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡ് ഹോർമുസ് കടലിടുക്കാണ്. യുദ്ധം കനക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ എന്താകും ലോകത്തിന്റെ ഗതി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ? ലോകത്തിന്റെ ഊർജ്ജധമനി എന്ന് വിളിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. ഇത് വെറുമൊരു പ്രാദേശിക തർക്കമല്ല, ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ കഴിയുന്ന ഒരു ദുരന്തത്തിന്റെ അരികിലാണ് പശ്ചിമേഷ്യ. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണവും ഇറാന്റെ തിരിച്ചടിയും ലോകത്തെയും ഇന്ത്യയെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഹോർമുസ് എന്നത് ലോകത്തിന്റെ എണ്ണത്താക്കോലാണ്. പേർഷ്യൻ ഗൾഫും അറബിക്കടലും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. വടക്ക് ഇറാൻ, തെക്ക് ഒമാനും UAEയും അതിരുകൾ പങ്കിടുന്ന ഈ ഭാഗം ഒരു നിർണായക ചോക്ക് പോയിന്റ് കൂടിയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിന് വെറും 33 കിലോമീറ്റർ മാത്രമാണ് വീതി. പക്ഷേ കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കുന്നത് വെറും 3 കിലോമീറ്ററിലൂടെയാണ്. ആ 3 കിലോമീറ്ററാണ് ലോകത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്. അതായത് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20%, പ്രതിദിനം 15 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്തിലെ 4ാമത്തെ വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. അതായത് ആഗോള ശേഖരത്തിന്റെ 9% ഇറാൻ കൈവശം വെക്കുന്നു. നിലവിൽ പ്രതിദിനം 3.5 ദശലക്ഷം ബാരലാണ് ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചത് ഇന്ത്യ, ചൈന, ഏഷ്യ എന്നീ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണയുടെ 75% എത്തുന്നത് ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. ഇറാന്റെ ക്രൂഡ് ഓയിലിന്റെ 90% ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. US ആക്രമണങ്ങൾ ഇറാന്റെ ഉൽപാദനത്തെ ബാധിച്ചാൽ ചൈന മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. യുദ്ധത്തിന് മുൻപ് ബാരലിന് $67 ആയിരുന്ന ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $90 മുതൽ $100 കുതിക്കുകയാണ്. ഇത് വികസിത രാജ്യങ്ങളിൽ പോലും വലിയ ജീവിത ചെലവ് സൃഷ്ടിക്കും. ഒപെക് രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിച്ചാലും കടലിടുക്ക് അടഞ്ഞുകിടന്നാൽ ആ എണ്ണ വിപണിയിലെത്തിക്കാൻ വഴിയില്ല. ഇത് കനത്ത വിലക്കയറ്റത്തിന് കാരണമാകും. ഇറാൻ വെറുമൊരു എണ്ണ രാജ്യം മാത്രമല്ല, ലോക ഊർജ ഗതാഗതം നിയന്ത്രിക്കുന്ന രാജ്യം കൂടിയാണ്. അതിനാൽ ഹോർമുസ് അടയുന്നത് ഒരു യുദ്ധം മാത്രമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക സുനാമി കൂടിയാണ്. ഹോർമുസ് അടഞ്ഞതോടെ വൻ പ്രതിസന്ധിയിലായ ഇന്ത്യയുടെ അടിയന്തര നടപടികൾ ഇതൊക്കെയാണ്. 1. പെട്രോൾ, ഡീസൽ വിദേശ കയറ്റുമതി നിയന്ത്രിക്കൽ. 2. റിഫൈനറികളോട് ആഭ്യന്തര വിപണിക്ക് കൂടുതൽ വിതരണം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകുക. 3. വെസ്റ്റ് ഏഷ്യയിൽ തടസ്സമുണ്ടായാൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി വർദ്ധിപ്പിക്കൽ. 4. സൂയസ് കനാൽ വഴിയുള്ള പുതിയ സപ്ലൈ ചെയിനുകൾ സജീവമാക്കൽ. 5. LPG വിതരണം റേഷൻ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പ് എന്നിവയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഇന്ധന ശേഖരത്തിൽ ക്രൂഡ് ഓയിലിൽ 1718 ദിവസത്തേക്കും പെട്രോൾ അഥവാ ഡീസൽ 2021 ദിവസത്തേക്കും LPG 2 ആഴ്ചയിൽ താഴെ മാത്രമാണ് ഉള്ളത്. അതിനാൽ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞത് ലോകത്തെ തന്നെ ഞെരുക്കുന്ന ഒരു സാമ്പത്തിക യുദ്ധമാണ്. ഇന്ത്യയും ഏഷ്യയുമായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ. അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അന്താരാഷ്ട്ര സമൂഹം നയതന്ത്രപരമായ ഇടപെടലിലൂടെ ഈ വിഷയത്തിൽ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്.